നമസ്കാരം രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വീട്ടിൽ തന്നെ സേഫ് ആയിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്, ഒരു ഡ്രിങ്കാണ് കേട്ടോ. നാരങ്ങ വെള്ളമാണ്. മിക്കവാറും ചൂടുള്ള സമയത്ത് എല്ലാവരും നാരങ്ങ ഇളക്കി കുടിക്കുന്ന പതിവായിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ലൈം ജ്യൂസ് അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് എന്ന് പറയുമ്പോൾ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ടേസ്റ്റൊക്കെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എന്തായാലും ഈ ഒരു സ്പെഷ്യലായിട്ടുള്ള ലെമൺ ജ്യൂസ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്കൊന്ന് പോയിട്ട് കണ്ടുവരാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിപ്പോൾ 2 ഗ്ലാസ്സിനാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു 1.5 ഈ ഒരു വലുപ്പം വരുന്ന നാരങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല എന്താ പറയുക, അത്യാവശ്യം പുളി നമുക്ക് അറിയാലോ, ഏകദേശം ലൈം ജ്യൂസിന് വേണ്ട ആ ഒരു പുളിക്ക് അനുസരിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ 2 വരെ ഉപയോഗിക്കാം. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. ആവശ്യത്തിനുള്ള പഞ്ചസാര എത്രയാണെന്ന് നോക്കി പുളിയുടെ ഒക്കെ അനുസരിച്ച് ആവശ്യത്തിനുള്ള പഞ്ചസാര. പിന്നെ വേണ്ടത് അണ്ടിപ്പരിപ്പാണ് കേട്ടോ. അണ്ടിപ്പരിപ്പ് ഞാൻ 2 എണ്ണം എടുത്തത്. ഇതിപ്പം നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ്, അതുകൊണ്ടാണ് 4 എണ്ണം കാണുന്നത്. അത് ഞാൻ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാണ്. പിന്നെ 1.5 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത്, ഒരു 1/2 ഇഞ്ച് വലുപ്പം വരുന്ന ഇഞ്ചി ഉണ്ട്. അത് ഞാൻ ഇങ്ങനെ നമുക്ക് എന്തായാലും മിക്സിയിലിടുമ്പം കട്ട് ചെയ്ത് എടുക്കും, അതുകൊണ്ട് ഞാൻ ആദ്യം കട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ കണ്ടൻസ് മിൽക്ക് എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇപ്പം കണ്ടൻസ് മിൽക്ക് ആയാലും നമുക്ക് ഉണ്ടെങ്കിൽ ഉപയോഗിച്ചാൽ മതി, ഇല്ലെങ്കിൽ പഞ്ചസാര തന്നെ മതി. ഇപ്പോൾ കണ്ടൻസ് മിൽക്ക് ആകുന്ന സമയത്ത് കുറച്ച് വേറൊരു തിരിച്ച് ടേസ്റ്റിലൊരു ചേഞ്ച് ആയിരിക്കും. അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതെടുത്തതാണ്. കണ്ടൻസ് മിൽക്ക് വീട്ടിലെങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു നുള്ള ഉപ്പ് എടുത്തിട്ടുണ്ട്, ഒന്ന് എല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ 4 ഏലക്ക. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ഐസ് ക്യൂബ്സ്, അതായത് തണുപ്പാണല്ലോ, അപ്പം തണുത്ത വെള്ളവും അതുപോലെ ഐസ് ക്യൂബ്സും വേണം അടിച്ചെടുക്കുന്ന സമയത്ത്. അപ്പം ഞാൻ മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ടുണ്ട്. അപ്പം അതിലോട്ട് നമുക്ക് ആദ്യം നാരങ്ങ ഒന്ന് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഈ നാരങ്ങ നീരിലോട്ട് ഇനി പഞ്ചസാര ഉണ്ടല്ലോ, പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇഞ്ചി, ഏലക്ക, പിന്നെ കുതിർത്ത് വെച്ച അണ്ടിപ്പരിപ്പ്, പിന്നെ ചിരകിയ തേങ്ങ. അപ്പോൾ ആദ്യം ഇത്രയും ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മളിതൊന്ന് ഈ നാരങ്ങ നീരിലൊന്ന് അടിച്ചെടുക്കാൻ പോവാണ്. എന്നിട്ടാണ് പിന്നെ വെള്ളമൊക്കെ ചേർത്തിട്ട് അടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഒന്ന് അടിച്ച് ഒന്ന് നോക്കാം. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലോട്ട് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഇതിലോട്ട് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഐസ് ക്യൂബ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു 4-5. നമ്മളെ തണുപ്പിനനുസരിച്ച്, ഇപ്പം വെള്ളം ഞാൻ കുറച്ച് തണുപ്പുണ്ട്, അപ്പം അതിനനുസരിച്ച് എടുത്താണ്. അത് ഇട്ട് കൊടുക്കാം. 2 ഗ്ലാസ് വെള്ളത്തിനാണ് ഞാൻ ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് ഒന്നുകൂടി നന്നായിട്ട് അടിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉപ്പ് ചേർക്കുന്നത് അവസാനം ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അത് ഞാൻ വിട്ടുപോയി, പെട്ടെന്ന് ഓർമ്മ വന്നിട്ട് ഞാൻ ചേർത്താണ്. അപ്പോൾ ഉപ്പ് കൂടി ചേർക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ കുടിക്കാൻ പറ്റും കേട്ടോ. പക്ഷേ കുറച്ച് ഇഞ്ചിയുടെ അതുപോലെ തന്നെ മറ്റേ എന്താ പറയുക, തേങ്ങയുടെയും ഏലക്കയുടെ ഒക്കെ ഒരു ചെറിയൊരു തരിപ്പ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കുടിക്കാം. ഇപ്പം ഞാൻ എന്തായാലും അരിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. ഞാൻ അരിച്ചെടുക്കുകയാണ്. അപ്പം അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസൊക്കെ ഇട്ടിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ.